ഫീഡ് മാനുഫാക്ചറിംഗ് കമ്പനികൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ദിവസവും വില മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കമ്പനികൾക്ക് പ്രൈസ് കൂട്ടേണ്ടി വരുന്നത് റോ മെറ്റീരിയലിന്റെ വില ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇതിന് ഏറ്റവും ആവശ്യമായി വരുന്ന പ്രോട്ടീൻ മീൽ പലരും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഡിമാൻഡ് കൂടുമ്പോൾ മാർക്കറ്റിൽ വിലയും കൂടും. കഴിഞ്ഞ 5 വർഷമായി പ്രോട്ടീൻ മീൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ടിപ്സുകൾ തരാം. ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ മീലിനെ മാത്രം ആശ്രയിക്കാതിരിക്കുക. പ്രാദേശികമായി പ്രോസസ്സിംഗ് ചെയ്യുന്ന അനിമൽ പ്രോട്ടീൻ മീലിനെ ഉപയോഗിക്കുക. ഇത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സപ്ലൈക്കും സഹായിക്കും. അടുത്തതായി നല്ല സ്റ്റാൻഡേർഡായി പ്രോസസ്സിംഗ് ചെയ്യുന്ന 60% പ്രോട്ടീനും 20% ഫാറ്റും 10% താഴെ മോയ്സ്ചറും മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് മാത്രം പ്രോട്ടീൻ മീൽ വാങ്ങുക. നല്ല ക്വാളിറ്റിയുള്ള ഫീഡ് നൽകാൻ ഇത് സഹായിക്കും. നിങ്ങൾ ആദ്യം ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സപ്പോർട്ടും തരാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ എന്നെ കണക്ട് ചെയ്താൽ മതി. വഴിയിൽ കിടക്കുന്ന മാലിന്യം ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാക്കി മാറ്റുമ്പോൾ നമ്മുടെ നാട് മാലിന്യമുക്തമാവുകയാണ്. മാലിന്യമുക്ത നാട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒന്നിക്കാം.